ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3ാം ക്ലാസ്സിലെ സംസ്കൃത പാഠഭാഗവുമായിട്ടാണ്. അതിലെ ഒന്നാമത്തെ ഏകകത്തിന്റെ പേര് താളം മേളം. താളം മേളം എന്നാണ് ഒന്നാമത്തെ ഏകകത്തിന്റെ പേര്. ഏകകം എന്നാൽ യൂണിറ്റ് എന്നാണ് അർത്ഥം. ഏകകം 1. അതിലെ ഏകകം 1 അതായത് താളം മേളം എന്ന ഏകകത്തിലെ പ്രഥമഃ പാഠഃ ഒന്നാമത്തെ പാഠം. ഒന്നാമത്തെ പാഠത്തില് നിങ്ങളുടെ 3ാം ക്ലാസ്സിലെ പുതിയ ബുക്കാണ്. അപ്പൊ കുട്ടികളെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുക്കുക, എന്നിട്ട് പ്രഥമ പാഠം എടുക്കുക, ഒന്നാമത്തെ പാഠഭാഗം എടുക്കുക. അപ്പൊ അവിടെ നല്ല ചിത്രം കാണുന്നുണ്ട്. അവിടെ 2 കുട്ടികൾ നിൽക്കുന്ന ചിത്രം കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടാ. കുട്ടികളെ നല്ല യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരേപോലെ ഡ്രസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നോക്കണേ, നോക്കി വിചാരിക്കുന്നു. അപ്പൊ ആ കുട്ടികളെ പറയുന്ന കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പറയുന്നത് അല്ലെ, പറയുന്ന കാര്യം അവർ രണ്ടുപേരും പറയുകയാണ്. അവര് പരസ്പരം പരിചയപ്പെടുത്താണ്. അവരുടെ പേര് പറയാണ് അവര്. നമുക്ക് നോക്കാം. അപ്പൊ അവര് ആദ്യം പറയുന്നത് ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. പെൺകുട്ടി എന്താ പറയണേന്ന് നോക്കാം. നമസ്തേ എന്ന് പറയാണ് കുട്ടി. മറ്റേ കുട്ടിയോട് നമസ്തേ എന്ന് പറയാണ്. നമ്മൾ ഒരാളെ കാണുമ്പോ, നമ്മളെ ആദ്യമായിട്ട് കാണുമ്പോ പറയുന്നതാണ് നമസ്തേ അല്ലെ. അപ്പൊ നമസ്തേ എന്ന് പറയാണ്. നമസ്തേ എന്ന് പറഞ്ഞിട്ട് പറയാണ് അഹം മീനു. അഹം എന്ന് പറഞ്ഞാല് അഹം ഞാൻ മീനു ആണെന്ന് പറയുന്നു. അപ്പൊ ആൺകുട്ടി പറയാണ്. ആൺകുട്ടി തിരിച്ച് നമസ്തേ പറയുന്നു. നമസ്തേ അഹം ദീപു. ഞാൻ ദീപു. അപ്പൊ അവര് പരസ്പരം പരിചയപ്പെടുത്തി അല്ലെ. ഞാൻ മീനുവും ഞാൻ ദീപുവുമാണെന്ന് അവര് പരസ്പരം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. ഇനി അടുത്ത പേജ് നോക്കാം. 9ാമത്തെ പേജ് നോക്കാം. 9ാമത്തെ പേജില് നമുക്ക് കുറച്ച് കാര്യങ്ങള് കൂടുതൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കാം എന്താണെന്നുള്ളത്. മീനു ദീപൂച്ച ഘോഷയാത്രായാഹ ആരവം ശൃണോതി. മീനു ദീപു ച മീനുവും ദീപുവും ഘോഷയാത്രായാഹ ആരവം ശൃണോതി. ഘോഷയാത്രയുടെ ഇവിടുന്ന് ഒരു ഘോഷയാത്രയുടെ ആരവം എന്ന് പറഞ്ഞാല് ശബ്ദം. ആ ശബ്ദം ശൃണോതി കേൾക്കുന്നു. അവിടെ മീനും ദീപും ഘോഷയാത്രയുടെ ഒരു ശബ്ദം കേൾക്കുകയാണ് ചെയ്യുന്നത്. തയോഹോ ഭാഷണം ശൃണുമഹ. രണ്ടുപേരും സംസാരിക്കുകയാണ്. രണ്ടുപേരുടെയും സംഭാഷണം ശൃണുമഹ കേൾക്കാം. അപ്പൊ രണ്ടുപേരും പറയുന്നത് എന്താണെന്ന് നമ്മൾക്ക് കേൾക്കാം. അതാണ് തയോഹോ ഭാഷണം എന്ന് പറഞ്ഞ സംസാരം, ശൃണുമഹ കേൾക്കാം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് അവിടെ മീനു ആണ്. അവിടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മീനു ആണ് ആദ്യം ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? ഏഷഹ ഡിണ്ടിമ ശബ്ദഹ വാ. അത് ചെണ്ട. ഡിണ്ടിമം എന്ന് പറഞ്ഞാല് ചെണ്ടയില്ലേ, കൊട്ടുന്ന ചെണ്ട. അത് ഏഷഹ ഡിണ്ടിമ ശബ്ദഹ വാ. ഇത് ചെണ്ടയുടെ ശബ്ദമാണോ എന്ന് ദീപുവിനോട് ചോദിക്കുകയാണ്. ഏഷഹ ഡിണ്ടിമ ശബ്ദഹ വാ. ഇത് ചെണ്ടയുടെ ശബ്ദമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ദീപു ഉത്തരം പറയാണ് ആം ശരി. ഡിണ്ടിമ ശബ്ദഹ ചെണ്ടയുടെ ശബ്ദം തന്നെയാണ്. അപ്പൊ ഉത്തരം പറയാണ് ദീപു ആം ഡിണ്ടിമ ശബ്ദഹ. ഇത് ചെണ്ടയുടെ ശബ്ദം തന്നെ ആണ്. ഇനി വീണ്ടും മീനു പറയാണ്. വീണ്ടും മീനുവിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മീനു എന്താണ് ചോദിക്കുന്നതെന്ന് നോക്കാം. കുതഹ ആഗച്ഛതി. എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് എവിടെ നിന്ന് വരുന്നതാണെന്ന് ചോദിക്കുന്നത്? ഘോഷയാത്ര എവിടെ നിന്നാണ് വരുന്നത്? അപ്പോ ദീപു ഉത്തരം പറയുന്നു തത്ര പശ്യതു. അവിടെ നോക്കൂ, അവിടേക്ക് നോക്കൂ. ഘോഷയാത്ര ആഗച്ഛതി. ഘോഷയാത്ര വരുന്നു.
തത്ര പശ്യതു ഘോഷയാത്ര ആഗച്ഛതി, അവിടേക്ക് നോക്കൂ ഘോഷയാത്ര വരുന്നു എന്ന് പറയാണ്. അപ്പൊ വീണ്ടും മീനു ചോദിക്കുന്നു. തത്ര ഗച്ഛാമി, അവിടേക്ക് പോകുന്നു. തത്ര ഗച്ഛാമി, അവിടെ ഗച്ഛാമി എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗച്ഛാമി അഹം പഠാമി, ഞാൻ പഠിക്കുന്നു. അഹം ഗച്ഛാമി, ഞാൻ പോകുന്നു. അഹം തിഷ്ഠാമി, ഞാൻ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോ എപ്പോഴും ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? മീ എന്ന് ചേർക്കണം. അപ്പൊ അവിടെ തത്ര ഗച്ഛാമി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ഞാൻ അവിടേക്ക് പോകുന്നു. അഹമബി, ദീപു പറയാണ്, അഹമബി തത്ര ആഗച്ഛാമി, ഞാനും അവിടേക്ക് പോകുന്നു. അപ്പൊ ദീപു പറയുന്നത് അഹമബി തത്ര ആഗച്ഛാമി, അഹമബി ഞാനും തത്ര ആഗച്ഛാമി. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, അബി എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥം. അപ്പൊ ഞാനും എന്നുള്ള അർത്ഥമാണ് അവിടെ. അഹമബി തത്ര ആഗച്ഛാമി, ഞാനും അവിടേക്ക് പോകുന്നു. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇനി അടുത്ത പേജ് നമ്പർ 10. 10ാമത്തെ പേജ് നമ്പറില് ഘോഷയാത്ര എന്ന് എഴുതിയിട്ടുണ്ട്. ഘോഷയാത്രയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഘോഷയാത്രയുടെ ചിത്രം അവിടെ കാണാം. താളസമേതം ഗീതം ഗായാമഹ എന്നതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. താളത്തോടു കൂടി ഗീതം, അതായത് ഗാനം പാടാന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ അപ്പുറത്തെ പേജിലാണ് പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ആ ഗീതം കൊടുത്തിരിക്കുന്നത് തൊട്ടിപ്പുറത്തെ പേജിലാണ്. അത് നമ്മൾക്ക് നോക്കാം. ഇനി അടുത്ത പേജിലാണ് നമ്മുടെ ഗീതമുള്ളത്, ഗാനമുള്ളത്. അത് താളത്തോടു കൂടി പാടാനൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡിം 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 ഡിമനാദം ദം 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 മർദ്ദളമാ താളം ജിം 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 കാസ്യത്താളം മേളം ശൃണുവന്തു സർവേ മേളം ശൃണുവന്തു. ഒരു പ്രാവശ്യം കൂടി ടീച്ചർ വായിച്ചു തരാം. ഡിം 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 ഡിമനാദം ദം 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 മർദ്ദളതാളം ജിം 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 കാംസ്യതാളം മേളം ശൃണുവന്തു സർവേ മേളം ശൃണുവന്തു. അങ്ങനെയാണ് ചൊല്ലേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, അതിന്റെ അർത്ഥം നോക്കാം. ഡിം 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 ഡിമനാദം, അവിടെ ഡിണ്ടിമം നേരത്തെ പറഞ്ഞിരുന്നു ടീച്ചർ. ഡിണ്ടിമനാദമാണോ എന്ന് മീനു ചോദിച്ചു അല്ലെ? അപ്പൊ ഡിണ്ടിമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? ചെണ്ട അല്ലെ? അപ്പൊ ഡിം 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 എന്നുള്ള ചെണ്ടയുടെ നാദം, ചെണ്ടയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെന്താ കേൾക്കണത് ഘോഷയാത്രയില്? ദം 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 മർദ്ദളതാളം, മദ്ദളം, മദ്ദളത്തിനെയാണ് മർദ്ദളം എന്ന് പറയാ സംസ്കൃതത്തില്. അപ്പൊ ധം 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 എന്നുള്ള ശബ്ദത്തില് മദ്ദളത്തിന്റെ താളം കേൾക്കുന്നുണ്ട്. അതുപോലെ ജിം 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 കാംസ്യതാളം. എന്താണ് കാംസ്യതാളം എന്ന് പറഞ്ഞാല്? കാംസ്യതാളം എന്ന് പറഞ്ഞാല് ഇലത്താളമാണ്. ഇലത്താളം കണ്ടിട്ടില്ലേ? ഇങ്ങനെ രണ്ട് അതിന്റെ താഴെ ആ പദ്യത്തിന് താഴെ കാണിച്ചിട്ടുണ്ട് ഇലത്താളം. അപ്പൊ ജിം 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 എന്ന് ഇലത്താളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. മേളം ശൃണുവന്തു, എല്ലാവരും മേളം കേൾക്കൂ, ശ്രദ്ധിക്കൂ, മേളം കേൾക്കൂ. സർവേ മേളം ശൃണുവന്തു, എല്ലാവരും മേളം കേൾക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഓരോ ഉപകരണത്തിന്റെയും വാദ്യോപകരണങ്ങളുടെയും ശബ്ദം കൊടുത്തിട്ട് അതിന്റെ പേരും അവിടെ കൊടുത്തിരിക്കുകയാണ്. ഡിം 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 അനാദം ദം 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 മർദ്ദളതാളം ജിം 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 കാംസ്യതാളം മേളം ശൃണുവന്തു സർവേ മേളം ശൃണുവന്തു. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ 5 വരി പദ്യം നോക്കാം.
ഏകഹഡോലം നാദയതി അപരഹവംശീം നാദയതി ജീവനതാളം ജാനാതി താളം ശൃണുവന്തു പ്രകൃതിസ്താളം ശൃണുവന്തു. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ഏകഹഡോളം നാദയതി അപരഹവംശീം നാദയതി ജീവനതാളം ജാനാതി താളം ശൃണുവന്തു പ്രകൃതിസ്താളം ശൃണുവന്തു. അപ്പൊ അതിന്റെ അർത്ഥം നോക്കാം നമുക്ക്. ഏകഹ, ഏകഹ എന്ന് പറഞ്ഞ ഒരു. ഡോളം നാദയതി, എന്താണ് ഡോളം? ഡോളം എന്ന് പറഞ്ഞാല് പെരുമ്പറ, മനസ്സിലായ? അപ്പോ ഒരു പെരുമ്പറ ശബ്ദമുണ്ടാക്കുന്നു, ഒരു പെരുമ്പറ ശബ്ദമുണ്ടാക്കുന്നു. അപരഹവംശീം നാദയതി, മറ്റൊരു ഓടക്കുഴല്. വംശി, വംശി എന്ന് പറഞ്ഞാല് ഓടക്കുഴലാണ്. അപ്പൊ മറ്റൊരു ഓടക്കുഴല് ശബ്ദമുണ്ടാക്കുന്നു. ജീവനതാളം ജാനാതി, ജീവനതാളം, ജീവിതോപാധിയുടെ താളം അറിയുന്നു. നമ്മള് ജീവിത താളം അറിയുന്നു. താളം ശൃണുവന്തു, താളം കേൾക്കൂ, എല്ലാവരും താളം കേൾക്കൂ. പ്രകൃതിസ്താളം കുറുവന്തു, പ്രകൃതിസ്താളം ശൃണുവന്തു, എല്ലാവരും പ്രകൃതിയുടെ താളം ശ്രദ്ധിക്കൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ ഏകഹ ഡോലം നാദയതി, ഒരു പെരുമ്പറ ശബ്ദം ഉണ്ടാക്കുന്നു. പിന്നെന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത്? വംശി, അല്ലെ, ഓടക്കുഴലാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അങ്ങനെ ജീവിതോപാധികള് അറിയുന്നു. താളം ശൃണുവന്തു, താളം കേൾക്കൂ. പ്രകൃതി താളം ശൃണുവന്തു, പ്രകൃതിയുടെ താളം കേൾക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് പദ്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും പദ്യം വായിച്ച് ഈണത്തോടു കൂടി ചൊല്ലി പഠിക്കാം കേട്ടാ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ പഠന പ്രവർത്തനാനി, അതിലെ ആക്ടിവിറ്റീസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്കറിയാം പേജ് നമ്പർ 12 എല്ലാവരും പേജ് നമ്പർ 12 എടുത്ത് നോക്കുക. അതില് ഒരു നദി കാണിച്ചിട്ടുണ്ട്, സമുദ്രം കാണിച്ചിട്ടുണ്ട്, അതുപോലെ കാറ്റ് കാണിച്ചിട്ടുണ്ട്, ഹൃദയതാളം എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ഭംഗിയില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നദീതാളം എന്നാണ്. നദി ഒഴുകുമ്പോ ഒരു ശബ്ദമുണ്ട്, ഇല്ലേ, ഒരു താളമുണ്ട്. അതാണ് അവിടെ നദീതാളം എന്ന് പറയുന്നത്. സാഗരതാളം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ തിരമാലകളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ ഒരു താളമുണ്ട്, അതാണ് സാഗര താളം. ഇനി അടുത്തതാണ് മാരുത താളം. കാറ്റ്, അല്ലെ, മാരുതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാറ്റ് വീശുമ്പോ ഒരു താളമുണ്ട്, ആ താളമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ചിത്രത്തില്. ഇനി ഹൃദയതാളം, നമ്മുടെ ഹൃദയം, അല്ലെ, നമ്മുടെ ഹൃദയം ഇടിക്കുമ്പോൾ അതിനും ഒരു താളമുണ്ട്, ഹൃദയമിടിപ്പിനും ഒരു താളമുണ്ട്. അതാണ് അവിടെ ഹൃദയതാളം എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ കൊടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ താഴെ ഒരു പെട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. സർവം താളമയം, എല്ലാം എന്താണ്? താളമയമാണ്, അല്ലെ, എല്ലാത്തിനും ഒരു താളമുണ്ട്. ഇവിടെ നദിക്ക് താളമുണ്ട്, സാഗരത്തിന് താളമുണ്ട്, മാരുതന്, കാറ്റിന് താളമുണ്ട്, ഹൃദയത്തിന് താളമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ എല്ലാം താളമയം, സർവം താളമയം എന്ന് പറയുന്നു. ഇനി അടുത്ത പേജ് നമ്പർ 13 അവിടെ എഴുതിയിരിക്കുന്നു, നോക്കൂ. ഉച്ചൈഹി വാചയതു, ഉറക്കെ വായിക്കാനാണ് പറയുന്നത്, മനസ്സിലായോ? അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ താഴെ അതിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഉറക്കെ വായിക്കാനാണ് പറയണത്. ആദ്യത്തെ ഡിണ്ടിമഹ, ആദ്യത്തെ എന്താണ്? ഡിണ്ടിമഹ. രണ്ടാമത്തത് ഡിണ്ടിമഹ എന്ന് പറഞ്ഞ ചെണ്ട. രണ്ടാമത്തത് ഇലത്താളം. കാംസ്യതാളഹ എന്ന് പറഞ്ഞാല് ഇലത്താളം, കേട്ടോ. ഇനി മർദ്ദളഹ, മദ്ദളം, കേട്ടോ. ഇനി അടുത്തത് ഡോലഹ, പെരുമ്പറ, അതാണ് ഡോളഹ, കേട്ടോ. അതില് ഉദാഹരണാനുസാരം രണ്ടാമത്തെ നോക്കുക. ഉദാഹരണാനുസാരം യഥോചിതം യോജയതു, അവിടെ ഒരു 2 പെട്ടിക്കകത്ത് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതില് ഉചിതമായത് യോജിപ്പിക്കാൻ, അതായത് മാച്ച് ദ ഫോളോവിങ് ആണ് അത്. അപ്പൊ നമുക്ക് നോക്കാം. അവിടെ ഒരെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്, ഡോലഹയുടെ ശബ്ദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബം ഭം ഭം എന്ന് പറഞ്ഞിട്ട് അവിടെ വരച്ചിട്ടുണ്ട്.
ദോലഹ എന്ന് പറഞ്ഞിട്ട് ഭം 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 എന്ന് വരച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിണ്ടിമഹ, ഡിണ്ടിമഹ, ഡിണ്ടിമത്തിന്റെ ശബ്ദം എന്താണ് പാഠഭാഗത്ത് പറഞ്ഞത്? എങ്ങനെയാണ് പാഠഭാഗത്ത് പറഞ്ഞത്? ഡിം 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 ഡിണ്ടിമനാഥം എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ ഡിം 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 എന്നുള്ളിടത്തേക്ക് നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അപ്പൊ രണ്ടാമത്തെയാണ് അത്, ഒന്നാമത്തേത് രണ്ടാമത്തെ ആയിട്ട് വരും. ഇനി അടുത്തത് മർദ്ദളഹ. മർദ്ദളത്തിന്റെ ശബ്ദം എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാ പറഞ്ഞത് പദ്യത്തില്? എങ്ങനെയാ പറഞ്ഞത്? ധം 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 മർദ്ദള താളം അല്ലെ. അപ്പൊ ധം 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 എന്നുള്ളത് എനിക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കുക. അപ്പൊ ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് തെറ്റാതെ സ്കെയിൽ വെച്ച് പെൻസിൽ കൊണ്ട് അതിലേക്ക് വരയ്ക്കുക കേട്ടാ. ഇനി ഡോലഹയുടെ കൊടുത്തിട്ടുണ്ട്, ഭം ഭം എന്ന് അവിടെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കാംസ്യതാളം. കാംസ്യതാളം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് പദ്യത്തില്? ജിം 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 അല്ലെ. ജിം 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 കാംസ്യതാളഹ. ഇലത്താളത്തിന്റെ ശബ്ദം എങ്ങനെയാന്ന് പറഞ്ഞത്? ജിം 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 എന്നാണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഉടൻ തന്നെ ജിം ജിം എന്നുള്ള നാലാമത്തത് മൂന്നാമത്തേലേക്ക് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. അപ്പൊ അത് വൃത്തിയായിട്ട് വരയ്ക്കുക, തെറ്റിപ്പോവരുത്. ഇവിടെ ടീച്ചർ കാണിക്കുന്നുണ്ട്, അത് നോക്കി കൃത്യമായിട്ട് വരച്ചിട്ട് അത് പഠിക്കുക. ഇതൊക്കെ എക്സാമിന് വരും, പരീക്ഷയ്ക്ക് വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഈ വാദ്യോപകരണങ്ങളുടെ പേരുകള് നന്നായിട്ട് പഠിക്കണം. പേരുകളൊക്കെ ചോദിക്കും, ചിത്രം തന്നിട്ട് അതിന്റെ പേര് എഴുതാനായിട്ട് വരും. അപ്പൊ അതിന്റെ പേരുകളൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം കേട്ടോ. പേജ് നോക്കാം. അടുത്ത പേജ് നമ്പർ 14, 14ാമത്തെ പേജ് നോക്കാം. അതില് കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ബാലാഹ കിം കിം കുർവന്തി വദതു എന്നാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ബാലാഹ കിം കിം കുർവന്തി, കുട്ടികള് എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് അത് വദതു പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രം നോക്കാം. കുറെ കുട്ടികളുണ്ട്, അവര് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ആയാന്തി. ആയാന്തി എന്ന് പറഞ്ഞാല് വരുന്നു, വരുന്നു എന്നാണ്. അപ്പൊ കുറെ കുട്ടികൾ വരുവാണ് അവിടുന്ന്, മനസ്സിലായോ? അപ്പൊ അവിടെ ആയാന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വരുന്നു. കുറെ കുട്ടികളുള്ളത് കൊണ്ടാണ് അവിടെ ആയാന്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ ആയാതി എന്ന് പറയും. രണ്ടുപേരാണെങ്കിൽ ആയാദഹ എന്ന് പറയും. ഇവിടെ ആയാന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബഹുവചനമാണ്, പ്ലൂരലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആയാന്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവര് അവിടെ കുട്ടികളെ എന്താ ചെയ്യുന്നത്? കിം കിം കുർവന്തി എന്താണ് ചെയ്യുന്നത്? ആയാന്തി. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. ശൃണുവന്തി. ശൃണുവന്തി, ശൃണുവന്തി എന്ന് പറഞ്ഞാല് എന്താണ്? കേൾക്കുന്നു. ക്രീഡന്തി, മൂന്നാമത്തെ ചിത്രം നോക്കാം. ക്രീഡന്തി, ക്രീഡന്തി എന്ന് പറഞ്ഞാല് കളിക്കുന്നു. നൃത്യന്തി, നാലാമത്തെ ചിത്രം. നൃത്യന്തി, നൃത്തം ചെയ്യുന്നു. കുട്ടികൾ അവിടെ നൃത്തം ചെയ്യുന്നു, നൃത്താണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആയാന്തി വരുന്നു, ശൃണുവന്തി കേൾക്കുന്നു, ക്രീഡന്തി കളിക്കുന്നു, നൃത്യന്തി നൃത്തം ചെയ്യുന്നു. ഇനി അതിന്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് ബിന്ദൂൻ യോജയിത്വ വാക്യാനി ലിഖതു. അവിടെ താഴെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നേ? ബാലാഹ ആയാന്തി. നേരത്തെ പറഞ്ഞു, ആയാന്തിയുടെ അർത്ഥം ടീച്ചർ നേരത്തെ പറഞ്ഞു, വരുന്നു എന്നാണ് ഉള്ളത്. ബാലാഹ, ബാലാഹ എന്ന് പറഞ്ഞാല് കുറെ കുട്ടികള് ബഹുവചനാണ് അവിടെ പറയുന്നത്. കുട്ടികൾ വരുന്നു. ബാലാഹ ശൃണുവന്തി, കുട്ടികള് കേൾക്കുന്നു. ബാലാഹ ക്രീഡന്തി, കുട്ടികൾ കളിക്കുന്നു. ബാലാഹ നൃത്യന്തി, കുട്ടികൾ നൃത്തം ചെയ്യുന്നു. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ചെറിയ ചെറിയ കുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് യോജിപ്പിക്കുക. ആ കുത്തുകൾ യോജിപ്പിച്ചിട്ട് വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കുത്തുകൾ യോജിപ്പിച്ച് ആ കുത്തുകളുടെ മേലെ പെൻസിൽ കൊണ്ട് എഴുതി ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാലാഹ എന്നുള്ളത് ആ പെൻസിൽ എടുത്തിട്ട്, വേഗം തന്നെ പെൻസിൽ എടുത്തോളൂ. ആ പെൻസിൽ എടുത്തിട്ട് ബാലാഹ കുത്തുകൾ ഇട്ടിരിക്കുന്നിടത്ത് കുത്തുകൾ യോജിപ്പിച്ച് ബാലാഹ എന്നാക്കാം.
ആയാന്തി എന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ ബാലാഹ ശൃണ്വന്തി, ബാലാഹ ക്രീഡന്തി, ബാലാഹ നൃത്യന്തി. അത് വൃത്തിയായിട്ട് അതിന്റെ മുകളിലൂടെ നിങ്ങൾ എഴുതുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പേജ്. അടുത്ത പേജിലെ ആദ്യം എഴുതിയിരിക്കുന്നത് ടീച്ചർ വായിക്കാം, അത് ശ്രദ്ധിക്കുക. ബിന്ദൂൻ യോജയിത്വ പദം പൂരയതു അക്ഷരം വർണ്ണേന ലേപയതു. അതായത് അവിടെയും കുത്തുകൾ കൊടുത്തിട്ടുണ്ട്. അക്ഷരങ്ങള് കുത്തുകൾ കൊടുത്തിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് പൂരിപ്പിക്കുക. ആ കുത്തുകൾ നമ്മള് പൂരിപ്പിച്ചിട്ട് ആ അക്ഷരം, ആ പദം നമ്മള് പൂരിപ്പിക്കുക. അതിനുശേഷം അക്ഷരം വർണ്ണേന ലേപയതു. അതിനുശേഷം ആ അക്ഷരം കളറ് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ക്രീഡതി, അതില് ഡ എന്നുള്ള നടുക്കുള്ള ഡ എന്ന അക്ഷരം കുത്തുകൾ ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് പെൻസിൽ കൊണ്ട് അവിടെ ആ കുത്തുകൾ യോജിപ്പിച്ച് അക്ഷരം എഴുതുക. അതിന് മുകളില് വരയ്ക്കണം. സംസ്കൃതം എഴുതുമ്പോ എപ്പോഴും മുകളിൽ വരയുണ്ടായിരിക്കും. അപ്പൊ ആ വരയും വരയ്ക്കുക. എന്നിട്ട് ആ അക്ഷരത്തിന് നിങ്ങള് കളർ കൊടുക്കുക. അതുപോലെ ഡിണ്ടിമഹ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു മുൻപത്തെ ക്ലാസ്സില്. ഡിണ്ടിമഹ എന്താണ്? ചെണ്ട അല്ലെ? അപ്പൊ ചെണ്ട എന്നുള്ളത് അതില് ഡി എന്നുള്ള വാക്ക് കുത്തുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങള് പെൻസിൽ കൊണ്ട് കുത്തുകൾ യോജിപ്പിച്ച് ഡിണ്ടിമഹ എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പൊ അക്ഷരത്തിന് കളർ കൊടുക്കുക. പിന്നെ അവിടെ ഒരു പെട്ടിക്കുള്ളില് ഡ എന്നുള്ള അക്ഷരം കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരം നിങ്ങള് കളർ കൊടുക്കേണ്ടതാണ്. അത് കളർ കൊടുക്കണം. ഇനി അതുപോലെ ഡ ഇതി അക്ഷരം ലിഖതു, അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ഡ ഇതി അക്ഷരം ലിഖതു. ആ എഴുതിയിരിക്കുന്ന ഡ എന്ന അക്ഷരം അവിടെ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, 2 വര അല്ലെ, 2 വര കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളില് അവര് കുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതും നിങ്ങൾ പെൻസിൽ കൊണ്ട് ഇങ്ങനെ എഴുതി പഠിക്കുക. അത് മാത്രമല്ല, കുത്തുകൾ മാത്രമല്ല, അതിന് താഴെ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, 2 വരകൾ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം അതിന് നേരെയായിട്ട് ആ അക്ഷരം എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് എഴുതി പഠിക്കാനുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്കത്. അപ്പൊ അതിൽ നന്നായിട്ട് വൃത്തിയായിട്ട് ആ 2 വരകൾക്കുള്ളിൽ തന്നെയായിട്ട് എഴുതാൻ ശ്രമിക്കുക, പുറത്തേക്ക് പോവാതെ. അവരെഴുതിയിരിക്കുന്നത് പോലെ തന്നെ താഴെ നമ്മള് 4-5 വരികളുണ്ട്. ആ 5 വരികളിലായിട്ട് നമ്മളത് എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് 15ാമത്തെ പേജില് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പേജ് നമുക്ക് നോക്കാം. അടുത്ത പേജ് നോക്കാം. അതില് വാദ്യോപകരണം ചിത്രാണി സഞ്ചിത്യ ചിത്രപുസ്തകം നിർമാതു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാദ്യോപകരണങ്ങൾ അല്ലെ, നമ്മുടെ വാദ്യോപകരണങ്ങളുടെ പേരുകളൊക്കെ നേരത്തെ ചിത്രം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് വാദ്യോപകരണങ്ങളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? മർദ്ദളഹ, ഡിണ്ടിമഹ, കാംസ്യതാളഹ, പിന്നെ ഏതാണ് ഡോലഹ അല്ലെ, അതുപോലെ വംശി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ അത് അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന വാദ്യോപകരണങ്ങളുടെ എന്താണ് ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങളുടെ ചിത്രപുസ്തകം, നിങ്ങളൊരു ചിത്രപുസ്തകം നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് അതിന് താഴെ അതിന്റെ പേരെഴുതിയിട്ട് നല്ലൊരു ചിത്രപുസ്തകം നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. അപ്പൊ അതാണ് ആദ്യത്തേല് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശബ്ദകോശഃ എന്നാണ്. അവിടെ ശബ്ദകോശഃ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പാഠഭാഗത്തൊക്കെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ വെറുതെ വായിച്ചു പോവാം, അതൊക്കെ പഠിക്കണം കേട്ടാ. ഡിണ്ടിമഹ വാദ്യവിശേഷഃ, അതായത് ചെണ്ട. മർദ്ദളഹ വാദ്യവിശേഷഃ, അത് മദ്ദളം. കാംസ്യതാളഹ, അതും വിശേഷ ആണ്, ഇലത്താളം. ഡോലഹ എന്താണ്? ഭേരി എന്ന് പറഞ്ഞാല് പെരുമ്പറ. വംശി എന്ന് പറഞ്ഞാല് വേണുഹു, ഓടക്കുഴൽ. ജാനാതി അവഗച്ഛതി, അറിയുന്നു. ജീവനം ജീവിതോപാധി. സർവേ സകലാഹ, എല്ലാവരും. നാദയതി ശബ്ദം, കാസ്യതി ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെ അതിൽ വരുന്ന അർത്ഥങ്ങളാണ്, മീനിങ്ങുകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതി
പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. അതുപോലെ തന്നെ അതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ വാദ്യോപകരണങ്ങളുടെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താന്നൊക്കെ മലയാളത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ അതിനു മുമ്പ് വാദ്യോപകരണങ്ങളിലെ ചിത്രങ്ങള് ഉപയോഗിച്ചിട്ട് ചിത്രപുസ്തകം ഉണ്ടാക്കാൻ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത പേജ് നമ്പർ 17. 17 നിങ്ങൾക്ക് കാണാം, ചിത്രം ഉചിതേഹി വർണ്ണേഹി ലഭ്യതു. ചിത്രത്തിന് ഉചിതമായ നിറം കൊടുക്കൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ കണ്ടോ, ഒരു സ്കൂളിലേക്ക് പോകുന്ന 4 കുട്ടികളെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്കൂളാണ് കാണുന്നത്. അപ്പൊ അതിനൊക്കെ ഉചിതമായ കളറുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിന് ചേരുന്ന നല്ല കളറുകളൊക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ട് വരച്ചിട്ടുണ്ട്. അവിടെ ഭംഗിയായിട്ട് കളർ കൊടുക്കുക. ഇനി അവിടെ ഛാത്രാഹ കുത്ര ഗച്ഛന്തി, അതിന്റെ താഴെയായിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ഛാത്രാഹ എന്ന് പറഞ്ഞാല് വിദ്യാർത്ഥികൾ, കുത്ര എവിടെ, ഗച്ഛന്തി പോകുന്നു. വിദ്യാർത്ഥികൾ എവിടെ പോകുന്നു? എവിടെ പോകുന്നത്? അത് സ്കൂളാണ് അല്ലെ? അപ്പൊ സംസ്കൃതത്തിൽ എന്താ പറയാ? ഛാത്രാഹ വിദ്യാലയേ ഗച്ഛന്തി, വിദ്യാലയത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഛാത്രാഹ വിദ്യാലയേ ഗച്ഛന്തി എന്നാണ് അവിടെ അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് കേട്ടാ. ടീച്ചർ അത് പറഞ്ഞു തന്നു. അപ്പൊ വിദ്യാലയം എന്ന് പറഞ്ഞാല് സ്കൂളാണ്. ഇനി അടുത്ത പേജ് നോക്കാം. നമുക്ക് 18ാമത്തെ പേജ് നോക്കാം. അവിടെ ഒരു ചിത്രം, മുകളിലായിട്ട് തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ 2 കുട്ടികൾ പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സംസ്കൃത ദിന ആശംസ. എന്താണ് സംസ്കൃത ദിനാശംസ എന്ന് പറഞ്ഞാല്? സംസ്കൃത ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ദിനമുണ്ട്, മനസ്സിലായോ? അപ്പൊ സംസ്കൃത ദിനം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ആചരിക്കുന്നതാണിത്. സ്കൂളിലൊക്കെ ഒരാഴ്ച നമ്മള് ആഘോഷിക്കാറുണ്ട് ഇത്. ഏത്? സംസ്കൃത ദിനാചരണം, മനസ്സിലായോ? സംസ്കൃത ദിന ആശംസകള് നൽകിക്കൊണ്ട് തന്നെ സംസ്കൃത ദിനം നമ്മൾ കൊണ്ടാടാറുണ്ട്. അപ്പൊ അവിടെ സംസ്കൃത ദിന ആശംസാഹ എന്നാണ് അവിടെ ആ കുട്ടി പറയുന്നത്. പതകം ആനീതം വാ, പതകം കിട്ടിയിട്ടുണ്ടോ, പതകം കൊണ്ടുവന്നിട്ടുണ്ടോ, പതക്കം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആനീതം. അപ്പൊ ആൺകുട്ടി പറയണ എന്താണ്? ശരി, കൊണ്ടുവന്നിട്ടുണ്ട്, ആനീതം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ പെൺകുട്ടി പറയാണ് പ്രദർശയതു, അങ്ങനെയാണെങ്കിൽ അത് പ്രദർശിപ്പിക്കൂ, അത് കാണിക്കൂ എന്ന് പറയാണ്. അപ്പൊ അതിന്റെ താഴെ ഒരു ചെറിയ പെട്ടിക്കുള്ളിലുള്ളത് ടീച്ചർ വായിക്കാം, നോക്കൂ. ശ്രാവണ പൂർണിമ സംസ്കൃത ദിനം ഭവതി. ശ്രാവണ പൂർണിമയിലാണ് സംസ്കൃത ദിനം ഉണ്ടാകുന്നത്. സംസ്കൃതദിനം ഉണ്ടാകുന്നത് ശ്രാവണ പൂർണിമയിലാണ്. സംസ്കൃത ദിനാചരണം പശ്യാമഹ. നമുക്ക് സംസ്കൃത ദിനത്തിന്റെ ആചരണത്തെ കുറിച്ച് പശ്യാമഹ നോക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏകകം 1 ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.